ബസ്സാണോ? രാവിലെ തന്നെ എണീച്ച് ടൈഡ് വാങ്ങി ഇറങ്ങി കേട്ടോ. ഡ്രസ്സെല്ലൊക്കെ നോക്കുമ്പോൾ വാഷിംഗ് പൗഡർ കണ്ടില്ല. അപ്പോൾ രാവിലെ നീച്ച് നേരെ ടൈഡും വാങ്ങി വന്ന് ഡ്രസ്സെല്ലാം പരിപാടി കേട്ടോ. ഇന്ന് നമ്മൾ ലേ കറങ്ങാനുള്ള പരിപാടിയാണ്. ലേയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്തപ്പോ പറയാ എന്നും രാവിലെ ചോനതി പത്തെങ്കിലും കാട്ടിക്കൊടുന്നു. ഇന്നൊക്കെ ഇപ്പൊ ഒരു പണി കിട്ടിയിരിക്കണം. ഇന്നലെ വട്ടം കറക്കിക്കാണ്ട് ഇവിടെ സൂചി അവിടെ നല്ല ആനോ തിരിച്ച് കയറ്റി നമുക്ക് അത് കാക്കണം. പിന്നെ നമ്മളെ ഇന്നലെ നമ്മൾ അൺലോഡ് ചെയ്ത വൈസർ അത് മാറ്റി കയറ്റാണ്ട് എത്തൊക്കെ ഇനി കാട്ടണാവോ. കുത്തി കഴിച്ചിടുകയാണ് വൈസറ ഫസ്റ്റ് മാറ്റണേ. അവിടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഓടുന്നുണ്ട്. ഈ മൊട്ടടിച്ച BMW എത്തത് ഇങ്ങനെ പോലെ. ഞാൻ അടുത്ത നമ്മള് പുതിയ സാധനം വരണ്ടോ ഇല്ലല്ല, അടിപൊളി നല്ല രസം പോകും. വണ്ടി പുതിയ ചായ റെഡി ആയിട്ടോ. അപ്പൊ ചായ ഫുഡ് വെച്ചിട്ടാവും ബാക്കി. എന്നിട്ട് ഈ ചപ്പാത്തിയും മുട്ടൊക്കെ പറഞ്ഞ പോയി കഴിച്ചു നോക്കാം. നമുക്ക് ഇതൊന്നും പണിയൊന്നുമില്ല, നമുക്ക് റെഡിയാക്കി വന്നോണ്ട്. അങ്ങനെ നമ്മളെ കുഞ്ഞൻ വൈസർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. സെറ്റ് ഔട്ടത് വൈസർ മാറ്റി ഫൈനൽ ലുക്ക് ഞാൻ വണ്ടി ആയത് ലാസ്റ്റ്. ബാക്കത്തെ പോളി ഊരി മുമ്പത്തെ പോളി മാറ്റി ഇങ്ങനൊരു പണി കൂടി. ഞങ്ങളുടെ വണ്ടി നോക്കണേ എപ്പോഴും മുപ്പരത്തോടെ നല്ല പണിയിലാട്ടോ. ക്യാ കർത്തായോ ക്ലീൻ കിയാ കിधर का रूम का? കാറ്റിൽ പോകുമ്പോടാ കൊണ്ടാ, കാറ്റിൽ പോകുമ്പോണ്ടാ കജ്ജിക്കൊണ്ടാ ഇടജി. നമുക്ക് പഞ്ചർ അടക്കട്ടോ. പഞ്ചറല്ല, പഞ്ചർ അടിച്ചേ. നമുക്ക് കാറ്റടിക്കാം. ഗോട്ടിലെ 1 ആ 2 ആ 3 ഇന്നലത്തെ ഷർട്ടിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഏതായാലും എടുക്കാണ് പോണേ. ലേ പാലസ് കേട്ടോ അത് മോണേ. പാലസിൻ്റെ അവിടെ നോക്കിയുള്ള വ്യൂ ആട്ടത് കണ്ടാൽ. അവിടെ മഞ്ഞ് മല ഉള്ളിൽ നിൽക്കണ് ഇതാക്കണ്. ലേ ടൗൺ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കി. ഇവിടെ എന്തോ മൊണസ്ട്രി എന്തോ കണ്ടിട്ടുണ്ട്. അവിടെ കണ്ട ആൾക്കാർ നടന്നു പോണ്. ഈ മല കയറി പോകട്ടെ, താഴെ കയറാണ്ടെന്ന് പറഞ്ഞ്. പാലസുക്കുള്ള വഴിയാട്ടത്. ഇവിടെ ടിക്കറ്റ് ഉണ്ടോ അവിടെ? പെർ പേഴ്സൺ 25. വിദേശികൾക്ക് 300 ഉണ്ട്. അതാണ് എൻട്രൻസ് ഇട്ട കവാടം കിട്ടുള്ള 3 ടിക്കറ്റ്. ഇതൊരു ചെറിയൊരു ഹാളാട്ടോ. കുട്ടികൾക്കുള്ള കയറാള്. പിന്നെ ഇതിന് മോളെ കണ്ടെങ്കിൽ മോളൊക്കെ ഫുള്ള് ഇങ്ങനത്തെ കമ്പും കോലും വെച്ചാണ്. പിന്നെ ഇവിടെ എന്തൊക്കെ ഇരിച്ചാണ്. G2 1972 എന്തൊക്കെ ഉണ്ടാക്കിയതാറുണ്ട്. ഫുള്ള് മരമാണ്. നമ്മളൊരാളെ ഹൈറ്റിനായിട്ടും കുറച്ചും കൂടി, ഒരാളെ ഹൈറ്റിനായിട്ടും കുറച്ചും കൂടി ഉള്ളത്. പാലസ് ഗാലറി ഇതിനുള്ളിൽ പോയേക്കാം. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഗാലറി ഉണ്ട് കാണാൻ. ടൗണിന്റെ ചെറിയൊരു മാപ്പൊക്കെ ഇവിടെ കാണാനുണ്ട്. പിന്നെ കുറെ പഴയ പോലെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ. ഫുള്ള് മരാട്ടോ പണിയെടുത്തിന് മൊത്തം. ഏറ്റവും മുകളിലത്തെ നിലയ്ക്ക് എത്തിട്ടോ. ഇവിടുന്ന് വ്യൂ ആണ്ടങ്ങൾ അതിൽക്കൂടെ ഒക്കെ നമ്മൾ വന്നത്. ഈ ഗല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വാടക കുത്തിത്തിരിക്കാൻ വന്നത്. ശരിക്കും വജ്ജതി കൂടെ ഉണ്ട്. നമുക്ക് വജ്ജറായിട്ട് തിരിഞ്ഞ് വന്ന്. ഇതാണ് നമ്മുടെ ലേ ടൗൺ കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് കാണുന്നുണ്ട്. 2 പോത്തോളം കുത്തിരിക്കണം.
കാണാൻ കേട്ടോ ഇതിൻ്റെ വാഷ്റൂം. ഇതുപോലെ വേറൊരു കോണി. അതാണ് ഏറ്റവും മോള് പറയാനൊന്നുമില്ല. ആകെ ഒരു പണിൻ്റെ അത്ര ഉള്ളു. നമ്മൾ രണ്ട് പണി. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ പണി തറവാട്ടിലുണ്ട് ഇനി സാധനം. അതിൻ്റെ കൂടെ കയറി പോയേക്കാം. അവിടെ ഇവിടെ ടി വി ഒക്കെ ഉണ്ട്. സെറ്റപ്പ് ഇട്ടുകൊണ്ടേ രാജാവ് കൂടിയാ ടി വി ഒക്കെ ഉണ്ട്. ഇപ്പൊ കയറിയപ്പോ തന്നെ നമ്മള് 6ാമത്തെ നിലയ്ക്ക് എത്തി. ആകെ തലൻ്റെ ഉയരം ഉള്ളു സംഭവം. അതാണ് ഇവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ട് കേട്ടോ പുറത്തേക്ക്. വാ 8 നിലയുള്ള ബിൽഡിങ്ങിന്റെ 8ാമത്തെ നിലയ്ക്ക് എത്തിയിട്ട് നമ്മള് ലാസ്റ്റ് നില, മുകളിലത്തെ നില. ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ്. സംഭവം കിതപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോഴും മാറിയില്ല. 2 ദിവസമായി ഇവിടെ വന്നിട്ട്. എന്നാലും 8 നില ആരാണെന്നില്ല. ഒരാളെ തലൻ്റെ ഹൈറ്റ് ഒരു നിലയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ വ്യൂ ബാക്കിൽ നല്ല വ്യൂ ആണ്. ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. നേരത്തെ നമ്മൾ ഇരുന്നിന് 8ാമത്തെ നിലയിൽ നിന്നുള്ള ടൗണിൻ്റെ വ്യൂ ആണിത്. ഒരു ഭാഗത്ത് ഫുള്ള് പച്ചപ്പാണ്, മറ്റേ ഭാഗത്ത് ഫുള്ള് മരുഭൂമിയായിട്ട് കിടക്കണം ഫുള്ളായിട്ട്. ഇതിൽ മുയ്യോ മറ്റേ നമ്മളെ ചരല് മെറ്റൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ഇതിലൊക്കെ. ഏറ്റവും മുകളിലെത്തിട്ട് ഇവിടെ കുറേ കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പാലസ് ഇങ്ങനെ കാണട്ടെ. ഇവിടുന്ന് ടൗണും കാണാം. ആ മലൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് ശാന്തി സ്കൂബ് പറഞ്ഞ സ്ഥലത്തേക്ക്. ഇവിടെ ചെറിയ കച്ചവടമൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ രാത്രി കണ്ടില്ല, തുന്നിക്കാണ്ട് തൊപ്പിയൊക്കെ ഉണ്ടാക്കണേ ആ പരിപാടിയൊക്കെ അവിടെ കാണാണ്ട്. ഇതാണ് അടുത്ത് കവാടം മെയിൻ മോൾക്കുള്ള. പെർ ഹെഡ് 30 റുപ്യ കേട്ടോ, 90 റുപ്യ കൊടുത്ത് അവിടെ ഉള്ളിൽ കയറി. അതാണ് ഉള്ളിലേക്കുള്ള വഴി. ചെറിയ കച്ചവടങ്ങളൊക്കെ ഇവിടെ തന്നെ കാണാം കേട്ടോ. ഉള്ളിൽ കയറണം വയ്ക്കാനെ. ദൂരെ നല്ല തലൻ്റെ മുകളിൽ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ കയറുമ്പോൾ മുകളിൽ ഇങ്ങനെ കാണാം കേട്ടോ. കുറേ ഇങ്ങനത്തെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട്. ടെമ്പിൾ 1985 പണിയിച്ചെന്ന് പറഞ്ഞു. ഉള്ളിലാണ് നിങ്ങൾ പോലെ ദൈവവും അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ. ഇവിടെ ഷൂ വരുന്നല്ലോ കയറില്ല. ഗാന്ധി സൂവിനുള്ള കേട്ടോ. കുറേ പൂക്കളുണ്ട് ഇവിടെ വന്നിട്ട്. വേറെ കൂടി പൂക്കൾ ബാക്കിയൊക്കെ ഇങ്ങനെ ഉണങ്ങി തങ്ങി കിടക്കാം. പച്ചപ്പുണ്ട് പക്ഷെ വലിയ മറ്റേ മരങ്ങളുണ്ട്. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ. ഇതിനുള്ളിൽ കൂടെ മേലൊക്കെ പോലെയാണ് അവിടെ കണ്ടോ. അതാണ് സംഭവം. നേരത്തെ കണ്ട ആ അമ്പലമല്ല, അതിൻ്റെ മുകൾ ഭാഗട്ടത് ഫുള്ള് സ്വർണ്ണ കളർ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചു. നമുക്ക് ഈ റോഡ് കൂടെ ഇങ്ങനെ കുറച്ച് നടക്കാണ്ട് സംഭവം. അവിടെ അങ്ങനെ എഴുതിച്ചിട്ടുണ്ടോ ഗോ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറങ്ങാനാണ് പറഞ്ഞത്. അപ്പോഴാണ് മുകളിലേക്ക് എത്തതുകൊണ്ട് ഇതിൻ്റെ. ഇവിടെയാണ് കുറേ സഞ്ചാരികളുകൾ കേട്ടോ. അപ്പുറത്തെ മലകൾ നല്ല മഞ്ഞ്. ഇവിടെ പെരിഞ്ചൂടാണ്. വെയിലെന്താ ചൂടുന്നോ. ഇതിൽ കൂടെ ഇങ്ങനെ മേലെ കയറിയിട്ട് റൗണ്ട് അടിച്ച് പോകണം. എന്നാലാണ് ഒറ്റ മുകളിലേക്ക് എത്തില്ല. 2 റൗണ്ട് മുകളിലേക്ക് എത്തുന്നു. ഒന്നും കൂടെ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരെ. ഒരു മല അപ്പുറത്താണ് നമ്മൾ ആദ്യം നേരത്തെ നിന്ന സ്പോട്ടാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പോയി. പിന്നെ ഈ വഴിയിലൂടെ അങ്ങനെ വന്ന് നമ്മൾ ഇപ്പോൾ നിൽക്കണ ഈ ശാന്തി സ്തൂപയൊക്കെ എത്തിട്ടോ. ഒക്കെ ഓരോരോ മല 5 കിലോമീറ്റർ ഡിഫറൻസിലാണ്. ഇതൊക്കെ നോക്കി നമുക്ക് ടൗണ് അടിപൊളിയായിട്ട് കാണാട്ടോ. നല്ല വിസ്തൃതിയായിട്ട്. അതൊക്കെ നല്ല ഒഴിഞ്ഞ സ്ഥലം. വായിസ് കാണണ്ട, കളിക്കാൻ പറ്റിയ സ്ഥലമാണ് വണ്ടി കൊണ്ട്. ആയിട്ട് കാണാനുള്ള ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ. നല്ല വെയിൽ, നല്ല ചൂടാട്ടോ. എന്താ ചൂട് വെയിൽ. നമ്മളെല്ലാം താഴേക്കിറങ്ങും കേട്ടോ. ഇവിടെ ലാൻഡ് വ്യൂ അടിപൊളിയായിട്ട് കാണാം. അതാണ് മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ ഈ ഒരു സ്തൂപം ഇങ്ങനെ കാണാം. അത്ര തന്നെ. പിന്നെ ഉള്ളിൽ ചെരുപ്പ് കൂരി ഷൂ കൂരിയാണ്ട് കയറേണ്ട പോലെ. ഞാനതിൽ കയറാൻ നിന്നില്ല. കണ്ണിന് പുറത്ത് തന്നെ കാണാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ റൗണ്ട് അടിച്ച് ഇങ്ങനെ കാണാം, അത്രേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഇവിടെ നടക്കാൻ താഴത്ത് കുറച്ച് നടക്കാണ്ട്. കിതപ്പല്ല ഉണ്ട് സംഭവത്തിൽ. ഇവിടെ ഒരു ബുദ്ധ ടെമ്പിൾ കാണാം. ബുദ്ധൻ്റെ ഒരു പ്രതിമയൊക്കെ അവിടെ ഇങ്ങനെ കാണാം. ചെരുപ്പൂരി കയറണം. ഓരോ വിശ്വാസത്തിൽ ഓരോരോ ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാനേതായാലും അവിടെ നിന്ന് ഇറങ്ങി വല്ല ബാക്ക് പോട്ടെ. പുലി താഴത്താണ്. പുലി കയറില്ലോണ്ട് അവിടെ ഇരിക്കുന്നൊക്കെ പരിപാടിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു വിദേശ ടീം മൊത്തമായിട്ട് അങ്ങ് പോണാക്കുന്നുണ്ട്. അങ്ങോട്ട് മേലേക്ക് കയറി കൊടുക്കണം. വലിയ ടീമാണ് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്. അല്ലേ പാലസിൻ്റെ കവാട്ടോ. നമ്മൾ നേരത്തെ കയറിപ്പോണേ അങ്ങനെ റിട്ടേൺ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. അടുത്ത് നമ്മൾ പോണേ ബുദ്ധ സത്യമണി സ്റ്റാച്യൂവിൻ്റെ അടുക്കാട്ടോ. അതാ വണ്ടി തിരിക്കുന്നു. നമ്മൾ വന്ന വഴിയിലൂടെ കുറച്ചിങ്ങനെ പോകണം. അപ്പം മറന്നു.
ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല പായസിന് ഇതൊക്കെ കണ്ട പിരാന്താണോ എന്താ കയറണമെന്നൊക്കെ ഇതാട്ടപ്പോൾ ബുദ്ധ സത്യമുനി സ്റ്റാച്ചു പറഞ്ഞത് ഒക്കെ ഏകദേശം ഒരേ ഏരിയയിൽ 3 മലകളിലിട്ട് ഇതൊന്ന് ഈ മല നമ്മൾ ഫസ്റ്റ് പോയതാ ഈ മല രണ്ടാമത് പോയതാ ആ മല അങ്ങനെ 3 മലകളിൽ 3 ഏരിയയിലായിട്ട് ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയേക്കാം നല്ല ഗോൾഡൻ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് സാധനം ദൂരത്ത് നിന്ന് കാണുന്ന മാതിരി കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് സംഭവം കുറേ ദൂരത്ത് നിന്ന് നമുക്ക് സംഭവം കാണാൻ കഴിയുന്നുണ്ട് ഇത്രയും വലുതായതുകൊണ്ടാണ് പോരുന്ന വഴിക്കൊക്കെ വീടുകൾ ഫുള്ള് മുകളിൽ പുല്ലൊക്കെ ഇട്ടു കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ കാണാൻ വഴികൾ അതേമാതിരി ഈ ഇലകളൊക്കെ ഫുള്ള് പഴുത്ത് നിൽക്കുന്ന ഇലയാണ് അത് നല്ല സ്റ്റാമിനേഷൻ എല്ലാം ഉണ്ട് കേട്ടോ കേരള ജില്ല ചെറിയ സ്റ്റെപ്പ് കയറിയിട്ടുള്ള അവിടെ നിന്ന് കറക്റ്റ് അപ്പോൾ അതിന് വാങ്ങി മോൾക്ക് വണ്ടിക്ക് വരുന്നുണ്ട് ശരിക്കും കൂടെ ഒന്നും ആയിട്ടില്ല നമ്മൾ വരുന്ന വഴിക്കൊക്കെ വണ്ടി ബ്ലോക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കണ്ടു ഒരാളിങ്ങനെ ചിത്രം വരച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു ഇതും വരെ എന്താ സംഭവം അറിയില്ല ഇതിൻ്റെ അടുത്ത് തന്നെയാണത് बहुत नाइस है भैया वो क्या है ये हाँ वो बुद्धा का वो पोर्ट है पोर्ट वही है बुद्धा का वो बिचुलक ओके वो बुद्धा का वो है ना वो पोर्ट हाँ ऐसा हाँ ओके ओके हाँ ബുദ്ധൻ്റെ കയ്യിലൊക്കെ എന്തോ സാധനമാണ് ഇപ്പോഴും പറയാറില്ല മനസ്സിലായില്ല അപ്പോൾ ഇതിപ്പോഴും എന്തൊക്കെയോ പണി നടന്നുകൊണ്ട് കേട്ടോ അവിടെ തെറിച്ചങ്ങനെ 3D എന്താന്നില്ലേ സംഭവം നല്ല രസമുണ്ട് കാണാൻ പെയിൻറ്റിങ്ങും കാര്യമൊക്കെ ഭയങ്കര നീളട്ടത് ഇതാ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് കൂടെ 2 ഉള്ളിലേക്ക് ഞങ്ങൾ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കണ തന്നെ വലിയൊരിതില്ല ഇതാണ് മറ്റൊരു സ്റ്റാച്ചുവിനുള്ളിൽ കുറേ ചിത്രങ്ങളാട്ടോ ഓ ഭയങ്കര കൊടിക്കുന്നുണ്ട് ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ 2010 അത് നിർമ്മിച്ചത് 32 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ ഒരു ശില്പത്തിന് കേട്ടോ ആ മോള് കിടക്കണേ നമുക്ക് ഇവിടെ നോക്കിയാൽ ഭയങ്കര വെയിലാട്ടത് സഹിക്കാൻ വയ്യ കണ്ടോ മോളിൽ കാണാൻ ചെറുതായിട്ട് അത്ര ഹൈറ്റാണ് നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ അവിടെ കാണുന്നത് ഓരോന്നും ഓരോ ഏരിയയിലായതുകൊണ്ട് എല്ലാം നമുക്ക് കാണാൻ കഴിയും ഒറ്റ ചെയ്ത് തന്നെ ഓരോരോ മലൻ്റെ മുകളിലാണ് നമ്മൾ കൊണ്ടുവച്ചത് ഇതാണ് ഇവിടെ കാണാനുള്ളത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോൾ ഈ സമയമായിട്ട് സഞ്ചാരികൾ കുറവട്ടോ ചൂടോടെ തന്നെ സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ അവിടെ വെള്ളം ഒഴിക്കണം നിങ്ങൾ ഇതൊക്കെ മലയിൽ നിന്ന് വരുന്ന വെള്ളം കാരണം തണുത്ത വെള്ളമാണ് നമ്മൾ വൃത്തിണ്ട് കാണാൻ കുടിച്ചാനൊക്കെ പറ്റിയ കരം നമ്മൾ കുടിച്ചില്ല ഇങ്ങനെ ഇറങ്ങിയപ്പോൾ കണ്ട വേറെ സംഭവം കേട്ടത് എന്താ പറയുക അവിടെ വിളക്കും കാര്യമൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തോ ഒരു സാധനം പൊതിഞ്ഞും വെച്ചിട്ടുണ്ട് ഇലയൊക്കെ വെച്ചിട്ട് സംഭവം ഇവിടെ ഇങ്ങനെ ചെറിയ കുറച്ചൊരു ഏരിയ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് മരങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രാവ് പറക്കണ വരുന്നുണ്ട് പക്ഷേ ഫ്ലൈറ്റ് അടിച്ചിട്ട് വിമാനം കേട്ടോ ഫോക്കസാണ് നല്ല സൗണ്ടും ഉണ്ട് ഇതിന് ആ മഞ്ഞുമലകൾക്ക് മുകളിലൂടെ പോവാണ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് കണ്ടു ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ ഇങ്ങനെ നേരെ ലേ മാർക്കറ്റിക്ക് പോകണം നാളെ പോയടുത്ത് ഫുഡ് കഴിച്ചിട്ടില്ല നേരെ 3-4 മണിയായി ഇന്ന് പോകുന്നതുകൊണ്ട് ലേ മാർക്കറ്റിക്ക് എത്തി ഞങ്ങളെ സ്വന്തം കാർ പാർക്കിങ്ങിൽ ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നു ഈ മാർക്കറ്റിനുള്ളിൽ പോയാട്ടെ ഫുഡ് കഴിക്കണം ഈ പാർക്ക് ചെയ്തിന് ഇപ്പുറത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ ഇത് കടമ്പന്ന് കയറണേ അവിടെ നിന്ന് വന്ന് എടുക്കാട്ടോ ടയർ ചേഞ്ച് ചെയ്യാം അപ്പോൾ മാറൂഫ് വണ്ടി വാഷൊക്കെ ചെയ്ത് സെറ്റൊക്കെ റൂമിൽ എടുക്കണേ പിന്നെ ടയർ ചെറുതായിട്ട് ഇങ്ങനെ ചത്തൊരു അപ്പോൾ റൊട്ടേറ്റ് അടിക്കാൻ വെച്ചിട്ട് പോകുന്നതാണ് ഇവിടെ നമ്മൾ തന്നെ കഴിച്ചു കൊടുക്കണം വണ്ടി കഴിച്ചു കൊടുത്താലേ ഒരു മാറ്റി തരുള്ളതാണ് ടയർ നമ്മൾ C8-ൻ്റെ ഒരു ഷോപ്പാണ് ഇവിടെ തന്നെ ഒരു 2 കിലോമീറ്റർ റൂമിന് വ്യത്യാസം കേട്ടോ ടയറൊക്കെ അയച്ചു കൊടുത്ത് ഇതാണ് മാറ്റി പണി മുഴുവൻ എടുക്കണം നമ്മൾ തന്നെ ടയറൊക്കെ ഇങ്ങനെ മാറ്റി കഴിഞ്ഞതാണ് നമ്മളെ പാർട്ടിക്കാരും കടടച്ചാണ് അപ്പോൾ ഒന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിട്ട് അവിടെ അതിനുള്ളിൽ കയറാം ഫുള്ള് റെൻ്റല്ലേ ഷോറൂം ഉണ്ടെങ്കിൽ ഷോറൂം ഹിമാലയന് പഴയ മോഡല് പുതിയ മോഡല് എൻഫീൽഡിന് വേറൊരു വണ്ടി ഇല്ലോണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ പുതിയത് പഴയത് വേറെ ഒരു വണ്ടിയാണ് സർവീസൊക്കെ അവിടെ നടക്കുന്നത് അധികം റെൻ്റ് വന്ന് കേട്ടോ കണ്ടോ റെൻ്റിൻ്റെ ഇത് അവിടെ അതൊക്കെ റെൻ്റ് മൊത്തം വണ്ടിയാണ് അങ്ങനെ നമുക്ക് 3ാമതൊരു വണ്ടി കൂടി കേട്ടോ നമ്മളൊരു ഹിമാലയം
റെൻ്റ് എടുത്ത് നാളെ മുതൽ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് കുറച്ച് സാധനം വാങ്ങേണ്ട വോയിസിൻ്റെ ബൂട്ടിന് ഒരു കവറാണ് അതിനറിഞ്ഞാൽ ലേ മാർക്കറ്റ്. ഇപ്പോൾ നമുക്ക് മഞ്ചേരങ്ങാടി വരെ വന്ന് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടില്ല. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ നാട്ടിലില്ല കേട്ടോ. ഇതാണ് നിങ്ങൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. ഇതാ സൂപ്പർ മാർക്കറ്റ് കയറി എത്താൻ വന്നോ. ഡ്രസ്സ്, ഷൂ, ഡ്രസ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കണ കിടക്ക് സൂപ്പർ മാർക്കറ്റ് എന്നാണ് പേര് പറയാം. ഷോപ്പ് നമ്പർ സൂപ്പർ മാർക്കറ്റ് കണ്ടോടെ ചേച്ചിന് എല്ലാത്തിലും ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ചേച്ചിന്. പക്ഷെ എന്നോട് വിൽക്കണതാണ് ഇതിനോ ഡ്രസ്സും വരാം. അതിൽ ഏതൊരു കടിയിൽ നിന്ന് വായിച്ച് ഷൂവിന് കവറുണ്ട് ചെയ്യുന്നത്. കലീഷ് ഫാൻസി കോർണർ സൂപ്പർ മാർക്കറ്റ് ഇവിടെ കയറാം. ഷൂവിൻ്റെ ഷൂ അടക്കം കൊടുക്കും. കുറേ തപ്പിട്ടോ ഈ ഷൂ ഇടാനുള്ള കവർ കിട്ടില്ല, വാട്ടർ പ്രൂഫ് ആക്കാനുള്ള. ലാസ്റ്റ് അവിടെ ഭാഗത്തൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ബെൽറ്റൊക്കെ വാങ്ങിക്കണോ. വേറെ ഷൂ ആക്കണോ, വേറെ ഷൂ കിട്ടും, വാട്ടർ പ്രൂഫ് ഷൂ ആണ്. മുട്ടായിത്തൊരു അടച്ചിട്ടോ അവിടുത്തെ. അവിടെ വേറെ എന്തോ പരിപാടി തുടങ്ങുന്നുണ്ട്. ഇവിടെ ഒരു കൂലുണ്ടാക്കണേ. ഞങ്ങൾ കഴിച്ച സാധനമൊന്നും കിട്ടില്ല, ഒരു ബെൽറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നാളെ മുതൽ നമ്മൾ പുതിയ വഴി സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഇവിടെ ഉണ്ടാവില്ല, അല്ലേ നമ്മൾ നാളെ വിടും. ഏതായാലും എന്താ പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ കാണട്ടോ. നാളത്തെ വീഡിയോ മുതൽ വേറെ ടെറൈൻ, വേറെ കളികൾ. ബൈ ബൈ.